നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പക്ഷെ ആദ്യത്തെ പോലെ ഇരട്ടകളെ തന്നില്ല. അല്ലെങ്കിലും നല്ലതൊന്നും ദൈവം വാരിക്കൊരു തരില്ലല്ലോ. ആദ്യത്തേത് ഒരു പെൺകുഞ്ഞും ഇപ്പോഴത്തേത് 2 ആൺകുഞ്ഞുങ്ങളും ആയിരുന്നെങ്കിൽ പൊളിച്ചേരെ. പെൺകുട്ടികൾക്ക് എന്താ വിനയ ഒരു ദോഷം? നിന്റെ സംസാരം കേട്ട നിന്റെ 2 പെൺമക്കളെയും നീ ഇതുവരെ മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടില്ലെന്ന് തോന്നുമല്ലോ. എന്റെ മക്കൾക്ക് ആരുടെ അംഗീകാരമൊന്നും വേണ്ട ശബരി. അവരെ പ്രസവിച്ച ഞാനാ. എന്റെ അംഗീകാരം അവർക്ക് എന്നും ഉണ്ടാവും. അല്ലെങ്കിലേ എന്റെ മക്കൾ ഇതുവരെ അമ്മയെന്ന് വിളിക്കാനേ പഠിച്ചിട്ടുള്ളൂ. അച്ഛാന്ന് വിളിക്കാൻ അവരുടെ നാവ് വഴങ്ങിയിട്ടില്ല ഇതുവരെ. ഇനി വഴങ്ങൊന്നും തോന്നുന്നില്ല. മോളെ മതി. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുമ്പോ ഇങ്ങനെ ശക്തി എടുത്ത് സംസാരിക്കാനൊന്നും പാടില്ല. അതിന്റെ വേദന നീ തന്നെ സഹിക്കണം. മനസ്സ് പൊള്ളുന്ന വേദനയൊക്കെ വലുതൊന്നല്ല ഭാനുമേ, കത്തി കൊണ്ടതിന്റെ വേദന. ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞില്ലല്ലോ ചിരു. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമ്മുടെ മക്കള് തന്നെയല്ലേ ചിരു? നമ്മുടെ മക്കള്. വെറുതെ എന്നെ കൊണ്ട് കൂടുതലൊന്നും നിങ്ങൾ പറയിപ്പിക്കണ്ട. ഇതെന്താ ചീര ചേച്ചി? വിനേട്ടുള്ള ദേഷ്യം ഇതുവരെ മാറിയില്ലേ? ഡെലിവറി അടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും വിനേട്ടൻ ഓടി നടക്കാന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ആയി കാണുമെന്ന്. നീ ഒന്നും മിണ്ടാതിരിക്കതേ. ചേച്ചിയുടെ സിസേറിയൻ കഴിഞ്ഞിട്ട് ഇപ്പോഴാ ഒന്ന് കാണാൻ വരുന്നത്. എന്നിട്ട് എല്ലാം അടുത്ത് നിന്ന് കണ്ട പോലെ അങ്ങ് വിചാരിക്കല്ലേ. വിനയ, ഒരമ്മയുടെ മുമ്പിൽ വെച്ചും അവരുടെ സ്വന്തം മക്കളെ തരം തിരിച്ച് പറയാൻ നിൽക്കരുത്. അതവർക്ക് സഹിക്കില്ല. ശബരി, സത്യമായിട്ടും ഞാൻ മനസ്സിൽ വെച്ചൊന്നും പറഞ്ഞതല്ല. എന്റെ കൂടി മക്കളല്ലേ അവര്. അയ്യോ അയ്യോ, എന്റെ മോൻ കരഞ്ഞു തുടങ്ങിയല്ലോ. വിശക്കുന്നുണ്ടോ നിനക്ക്? വിശക്കുന്നുണ്ടോ ബാവേ? മോനെ അച്ഛനെടുക്കട്ടെ? ഭാനുമേ, മോനെ എടുത്തിട്ട് വാ. വിശന്നിട്ടാവും. ഞാൻ അവന് പാല് കൊടുക്കും. ഞാനെടുക്കാം. അങ്ങോട്ട് മാറി നിൽക്കൂ. ഞാൻ മോനെ അതിന്റെ അമ്മ പാല് കൊടുക്കട്ടെ. നിങ്ങൾ ആണുങ്ങളൊക്കെ ഒന്ന് പുറത്തു പോയി. വിനയ, ശബരിയോ? വാട ചക്കരേ. ഈ വാതിൽ നടത്തേ കേട്ടോ. മോൾ പതുക്കെ ഇങ്ങ് തിരിഞ്ഞു. മോൾ പതുക്കെ. ഈ ലോകത്ത് ശബരിയെ പോലെ നല്ല പേരുണ്ടാക്കിയെടുക്കാൻ വലിയ പാടാണ്. അതില്ലാത്തവന് എന്ത് നല്ല കാര്യം ചെയ്താലും പണ്ടെങ്ങോ ചെയ്തു പോയൊരു തെറ്റിന്റെ പേരിൽ ബന്ധുക്കൾ പോലും അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഈ കുറ്റപ്പെടുത്തുന്നവരൊക്കെ വലിയ മാന്യന്മാരാണോ? അതുമല്ല. എന്റെ ശബരി, അടുത്തറിയുമ്പോഴല്ലേ ഓരോരുത്തരുടെ തനിനിറം മനസ്സിലാവുന്നത്. ആ, എന്നെ പഴിക്കുന്നവരൊക്കെ തുറന്നു കാട്ടാനുള്ളൊരു ദിവസം എനിക്ക് വരും. അന്ന് വിനയനെല്ലാം പൊളിച്ചടുക്കുകയും ചെയ്യും. വിനയൻ എന്താ പറയുന്നതെന്നോ ആരെക്കുറിച്ചാ പറയുന്നതെന്നോ എനിക്കൊരു പിടിയില്ല. വിനയൻ ചീരുവിനോട് കുഞ്ഞുങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് ശരിയായില്ലെന്ന് തന്നെയാ ഇപ്പോഴും എന്റെ അഭിപ്രായം. അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരില് നിനക്ക് എന്നെ പൊളിച്ചെടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ പിന്നേക്ക് വെക്കണ്ട. ഇപ്പൊ തന്നെ ആയിക്കോ. ഏയ് എടാ, ഞാൻ നിന്നെ ഉദ്ദേശിച്ചുകൊണ്ടൊന്നും അല്ല പറഞ്ഞത്. നിന്നെ എനിക്കറിയില്ലേ. ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമ്മളെല്ലാവരും ഭാര്യയെ പേടിച്ച് കഴിയുന്നവരാ. ആയിക്കോട്ടെ. ആ, അതുകൊട്ടെ. എങ്ങനെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? നീയും രഘുവേട്ടനും ചേർന്ന് പുതിയൊരു എക്സ്പോർട്ടിംഗ് കമ്പനിയൊക്കെ തുടങ്ങിയിട്ട് എന്തായി? അതിന്റെ വർക്കുകളൊക്കെ തുടങ്ങി വരുന്നേ ഉള്ളൂ വിനയ. രഘുവേട്ടൻ പല കാര്യങ്ങളായിട്ട് ബിസിയല്ലേ. രഘുവേട്ടന്റെ തിരക്കുകൾക്കൊന്ന് ഒഴിഞ്ഞിട്ട് വേണം ഫുൾ ടൈം അതിലോട്ട് നിറങ്ങാൻ. രഘുവേട്ടന് സത്യത്തിൽ എന്ത് തിരക്കാ ശബരി ഉള്ളത്? ഈ അനുപമക്കെതിരെ ഉണ്ടായിട്ടുള്ള പോലീസ് കേസിൽ രഘുവേട്ടൻ എന്താ ചെയ്തത്? തെളിവ് ഉണ്ടാക്കി കൊടുത്തത് ഞാൻ. സ്റ്റേഷനിലും മറ്റും ഓടിയത് ഇന്ദ്രനും അവന്റെ അനിയനും അളിയനും.
അനുചേച്ചിയുടെ കേസ് മാത്രമല്ലല്ലോ, അതിനിടയിൽ ചീരുവിന്റെ ഡെലിവറി നടന്നില്ലേ? അതിലും രഘുവേട്ടൻ എന്താ റോള്? ചീരുവിന് വീട്ടിൽ വെച്ച് പെയിൻ വന്നത് മുതൽ ഹോസ്പിറ്റലിൽ എത്തിച്ച് സിസേറിയൻ കഴിഞ്ഞ ഈ നിമിഷം വരെ അവളുടെ കാര്യങ്ങൾക്കെല്ലാം ഞാനുണ്ടായിരുന്നു. പിന്നെ അച്ഛനും. എടാ, നീയും ദയയും ഇപ്പൊ ചീരുവിനെയും കുഞ്ഞിനെയും കാണാൻ വേണ്ടി വന്നതുപോലെ അല്ലാതെ രഘുവേട്ടന് ഇവിടെ വന്നിട്ട് ഒരു സഹായവും ചെയ്തിട്ടില്ല ശബരി. ചെയ്യേണ്ടി വന്നിട്ടില്ല. ആരെ കൊണ്ടും ഒന്നും ഞാൻ ചെയ്യിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം.